ഇന്നലെ ബാബരി, നാളെ താജ്മഹൽ. താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന് പരിശോധിക്കണമെന്നുള്ള മാധ്യമപ്രവർത്തകൻ ഋത്വിക് ഭട്ടാചാര്യയുടെ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ഇന്നും താജ്മഹലിനെ പറ്റി സമാനമായ അവകാശവാദങ്ങൾ ഉയരുകയാണ്. താജ്മഹൽ ഒരു കെട്ടിടം മാത്രമല്ല, അതൊരു ലോക ചരിത്ര പൈതൃകമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും പ്രതീകമാണ്. തേജോ മഹാല എന്നത് പുതിയ സിദ്ധാന്തമൊന്നുമല്ല കേട്ടോ. അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് PN ഓക്ക് മുന്നോട്ട് വെച്ച ചരിത്രവാദമാണ്. താജ്മഹൽ എന്നത് തേജോ മഹാല എന്ന ശിവക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് മുഗൾ ചക്രവർത്തി ഷാജഹാൻ അത് കൈവശപ്പെടുത്തി താജ്മഹലാക്കി മാറ്റിയതാണെന്നും താജ് എന്ന പേര് തേജോ എന്ന പേരിൽ നിന്ന് വന്നതാണെന്നും താജ്മഹലിൽ അടച്ചിട്ടിരിക്കുന്ന ചില മുറികളും ചില വാസ്തുശില്പ സവിശേഷതകളും ക്ഷേത്രത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം വാദിച്ചു. എന്നാൽ ഈ വാദം ഇന്ത്യയിലെ മുഖ്യധാരാ ചരിത്ര പഠനമോ ASIO അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായി 2022 താജ്മഹലിൽ പൂട്ടിയിട്ടിരിക്കുന്ന 22 മുറികൾ തുറന്നു പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയും തള്ളിയിരുന്നു. അന്നും ASIയുടെ ഔദ്യോഗിക നിലപാട് താജ്മഹൽ ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന പുരാവസ്തു തെളിവുകൾ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ്. ഇന്നിതാ 2026 വീണ്ടും താജ്മഹൽ തേജോ മഹാല എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന വാദം തെളിയിക്കാൻ ശാസ്ത്രീയപരമായിട്ടുള്ള സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെയും ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെയും വിശദീകരണം തേടിയിരിക്കുകയാണ് കോടതി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താജ്മഹൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും വൈകിക്കണ്ട. നാളെ അതേ രൂപത്തിലും അതേ അർത്ഥത്തിലും അത് നിലനിൽക്കുമോ എന്ന് സംശയമാണ്. താജ്മഹൽ തേജോ മഹാല ആവുന്നതിന് മുമ്പ് തന്നെ പോയി കണ്ടോളൂ.